അപ്പോൾ എൻ്റെ കൂടെ അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും ഒക്കെ ആയിരിക്കുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാർ കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഔന്നത്യമാണ് എൻ്റെ ഔന്നത്യമായി ലോകം ചൂണ്ടിക്കാണിക്കുക. അല്ലാതെ എൻ്റെ തപസ്സല്ല അതിന് ഔന്നത്യമായി ചൂണ്ടിക്കാണിക്കുക. തീർച്ചയായും എൻ്റെ തപസ്സിൻ്റെ പ്രഭാവമല്ല, അവർ ഉന്നതന്മാരാണെന്നുള്ളതാണ് എന്നിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൻ്റെ മെയിൻ ഒരു വഴി ലോകമെമ്പാടും. അങ്ങനൊരു ഔന്നത്യം ഉണ്ടാകുന്ന സമയത്ത് ആ വരുന്ന ഉദ്യോഗസ്ഥർക്ക് എൻ്റെ ഭക്തനായൊരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ, ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ, ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ അയാളുടെ ഓഫീസിലേക്ക് പോകാൻ എൻ്റെ ഭക്തന്മാരാണ് രണ്ടുപേരും എന്നുള്ള ബന്ധം മതിയോ? മതി. അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ രഹസ്യങ്ങൾ വരെ കൈമാറുവാനോ ചോർത്തിയെടുക്കുവാനോ ആ വികാസത്തെ തടയുവാനോ വികസിത രാഷ്ട്രങ്ങൾക്ക് വളരെ പ്രയോജനമായ ആധ്യാത്മികതയെ സമാന്തരമായി സൃഷ്ടിച്ചു പോലും ആവശ്യത്തിന് വളർത്തിയെടുക്കുവാൻ അവർ തയ്യാറാവും. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം, ഇങ്ങനെയായിരുന്നു വിദ്യ പോകുന്നത്. ഈ കപ്പൽ മുങ്ങുന്ന സമയത്ത് ഒരു SOS അടിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും രക്ഷപ്പെടാൻ തത്രപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. മരണവെപ്രാളം. ആ സമയത്ത് നല്ല ക്യാപ്റ്റൻ ആണെങ്കിൽ അയാൾ മുഴുവൻ പേരെയും രക്ഷിച്ചിട്ട് രക്ഷപ്പെടാനേ നോക്കും. അയാളാണ് അതിൻ്റെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. ഭാവാത്മകമായ ഒരു ഉത്തരവാദിത്വം ഇത്തരം രംഗങ്ങളിൽ ഏറ്റെടുക്കുവാൻ ഒരു രംഗത്തും നമുക്കിന്ന് നേതൃത്വമില്ല. ഏതൊരു സംഭവത്തിനും ധാർമ്മികമായ ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുക്കാൻ, കാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ വേണ്ട, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ നമുക്കിന്ന് ആളുകളില്ല. എല്ലാ കർമ്മത്തിനും പ്രേരിപ്പിക്കാൻ ആളുകളുണ്ട്. ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. ആദ്യം ലോകത്തെ ഏറ്റവും വലിയ വിപണന രംഗം നമ്മൾ അറിയണം. ഒരിക്കലും വിൽക്കരുതാത്ത മണ്ണാണ് ഇന്ന് ഏറ്റവും വലിയ വിൽപ്പന വസ്തു. അങ്ങനെയൊക്കെ അറിയാം. ഒരു ദിവസം നമ്മൾ അതന്നെയായിരുന്നു ചർച്ച ചെയ്തു. അതുപോലെ തന്നെ വിപണനത്തിനുള്ളതാണ് ആധ്യാത്മികത. ആധ്യാത്മിക വണിക്കുകളുടെ ഒരു കാലമായി. കുറച്ചും കൂടെ മനുഷ്യൻ ഭൗതിക സുഖ സൗകര്യങ്ങളിൽ ഏതാണ്ട് ഇന്ന് തൃപ്തനാണ്. പഴയ കാലം പോലല്ല. ഒരു 8-10 വയസ്സാകുമ്പോഴേക്ക് ഒരുമാതിരി ലൗകിക സുഖങ്ങളായ ആഹാര നീഹാരാദികളോടൊപ്പം മൈഥുന നിദ്രാദികൾ വരെ ആധുനിക ലോകം അനുഭവിച്ച് കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത. ഏതാണ്ട് അത് കർമ്മതലത്തിലല്ലെങ്കിലും അത് കർമ്മതലത്തിൽ ഉൾപ്പെടെ പീഡനമായോ മറ്റു തരത്തിലോ ഈ വാർത്തയിൽ തന്നെ വന്നിരിക്കുന്ന അങ്ങനെയാണ്. 8-10 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അത്തരം തലത്തിൽ മനുഷ്യൻ എത്തുമ്പോൾ അവന് ഏതോ ഒരു നഷ്ടബോധത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അതവനിൽ എന്നോ വിത്തിട്ട് കിടക്കുന്ന ജനിതക സ്മൃതിയിലെ ആധ്യാത്മിക സവിശേഷത തന്നെയാണ്. എതിർക്കുന്നവനും അനുകൂലിക്കുന്നവനും തേടുന്ന ഒന്നായി സാധനം. ഇല്ല എന്ന് പറയുന്നത് പോലും നിരാശ കൊണ്ടല്ല, കിട്ടാത്തത് കൊണ്ടാണ്. കിട്ടാത്തതിലുള്ള നിരാശ കൊണ്ട്. അതെ, അങ്ങനെ വന്നിട്ട് അതില്ലെന്നെങ്കിലും സമാധാനിച്ചൊന്ന് ജീവിക്കാൻ ശ്രമിക്കുക അവൻ ചെയ്യുന്നത്. ഉണ്ട് എന്ന് പറയുന്നവൻ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല, പ്രതീക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇത്തരം സമയത്ത് ഉണ്ട് എന്ന് പറയുന്നവനായാലും ഇല്ല എന്ന് പറയുന്നവനായാലും അവൻ്റെ മുമ്പിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ചർച്ച കൊടുക്കുന്നുവെങ്കിൽ പണം ഉണ്ടാക്കാം. ഇത് ലോകമെമ്പാടും ഒന്ന് സത്യമാണ്. ഇന്ത്യൻ ആധ്യാത്മികതയുടെ മേന്മ കൊണ്ടാണ് റഷ്യ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തത് ഒരളവ് വരെ.
ഭാരതത്തിൻ്റെ ആധ്യാത്മിക നേതൃത്വത്തിന് ലോകത്തെവിടെയും സഞ്ചരിക്കാമായിരുന്നു. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. കൂടെ ഏത് നാട്ടിലെയും ശിഷ്യഗണങ്ങളെ കൂട്ടാം. അവർ കയറിപ്പോകുന്ന ഏത് ഉള്ളറകൾ വരെ കടന്നു എന്നും രഹസ്യങ്ങൾ ശേഖരിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ നിലവാരത്തെ ഉയർത്താം. മനസ്സിലായില്ല? അല്ല, ഞാനത് സങ്കല്പിക്കുകയാണ്. അതൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ. അതായത് ഞാനിപ്പോൾ എൻ്റെ കൂടെ അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും ഒക്കെ ആയിരിക്കുന്ന ആയിരക്കണക്കിന് ശിഷ്യന്മാർ കൂടിക്കഴിഞ്ഞാൽ അവരുടെ ഔന്നത്യമാണ് എൻ്റെ ഔന്നത്യമായി ലോകം ചൂണ്ടിക്കാണിക്കുക. അതെ. അല്ലാതെ എൻ്റെ തപസ്സല്ല അതിന് ഔന്നത്യമായി ചൂണ്ടിക്കാണിക്കുക. തീർച്ചയായും. എൻ്റെ തപസ്സിൻ്റെ പ്രഭാവമല്ല, അവർ ഉന്നതന്മാരാണെന്നുള്ളതാണ് എന്നിലേക്ക് ആളുകളെ എത്തിക്കുന്നതിൻ്റെ മെയിൻ ഒരു വഴി ലോകമെമ്പാടും. അതെ. അങ്ങനൊരു ഔന്നത്യം ഉണ്ടാകുന്ന സമയത്ത് ആ വരുന്ന ഉദ്യോഗസ്ഥർക്ക് എൻ്റെ ഭക്തനായൊരു പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ, ഒരു പ്രസിഡന്റ് ഉണ്ടെങ്കിൽ, ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടെങ്കിൽ അയാളുടെ ഓഫീസിലേക്ക് പോകാൻ എൻ്റെ ഭക്തന്മാരാണ് രണ്ടുപേരും എന്നുള്ള ബന്ധം മതിയോ? മതി. അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ രഹസ്യങ്ങൾ വരെ കൈമാറുവാനോ ചോർത്തിയെടുക്കുവാനോ ആ വികാസത്തെ തടയുവാനോ വികസിത രാഷ്ട്രങ്ങൾക്ക് വളരെ പ്രയോജനമായ ആധ്യാത്മികതയെ സമാന്തരമായി സൃഷ്ടിച്ചു പോലും ആവശ്യത്തിന് വളർത്തിയെടുക്കുവാൻ അവർ തയ്യാറാവും. ഒരുപക്ഷെ സാധാരണക്കാരും ശരിക്കും ആധ്യാത്മികതയെ അല്പമെങ്കിലും ഉള്ളവരും പാവങ്ങളുമായവർ തെരുവിൽ തല്ലുകൊണ്ടേക്കുമെന്നല്ലാതെ ഇതൊന്നും തടയാൻ പെട്ടെന്ന് പറ്റില്ല. ഇത്തരക്കാരെ പലപ്പോഴും ആശ്രയിച്ച് തന്നെ സമൂഹവും സ്റ്റേറ്റ് തന്നെയും ചിലപ്പോൾ മുന്നോട്ട് പോകും. തീർച്ചയാണ്.